യുവജന സംഘടനകൾ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ സർവകലാശാല വിഷയത്തിൽ സമരം ചെയ്യുന്നവരെ ഗുണ്ടകളെന്നും അക്രമകാരികളെന്നൊക്കെ വിശേഷിപ്പിക്കുന്നതിലൂടെ അദ്ദേഹം RSSന്റെ വക്താവായി മാറുന്നുവെന്നാണ്. ഈ കഴിഞ്ഞ 9 വർഷത്തിൽ ഇപ്പോഴെങ്കിലും വി ആർ ഗുണ്ടാസ് എന്ന് പറയാനാണെങ്കിലും SFIയുടെ നേതാക്കളൊക്കെ ഒന്ന് വാ തുറന്നല്ലോ എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞു വെക്കട്ടെ. കേരളത്തിൽ കഴിഞ്ഞ 9 വർഷമായി വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവകാശ പ്രശ്ന വിഷയങ്ങൾ നടന്നിരുന്നു. എത്രയോ കുട്ടികൾ വിദേശത്തേക്ക് പറന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികം. ഇതിലൊന്നും ഖേദമില്ലാത്ത, ഇതിലൊന്നും യാതൊരു അനക്കവുമില്ലാത്ത SFIക്കാരൻ ഇപ്പോൾ വാ തുറന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ ഒരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്നു ഇവിടുത്തെ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ഈ വിഷയമല്ല. ഇവിടുത്തെ ആരോഗ്യ മേഖലയെ പറ്റിയിട്ടുള്ള വിഷയം ചർച്ച ചെയ്യേണ്ട ദിവസമാണിന്ന്. അല്ലെങ്കിൽ ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ സോയ ജോസഫും അടക്കം ചിന്തിക്കേണ്ടത് വിശാലമായ കാഴ്ചപ്പാട് നമ്മുടെ മതനിരപേക്ഷതയെയും ഉന്നത വിദ്യാഭ്യാസത്തെയും തകർത്ത് ഇത് സംഘപരിവാറിന്റെ കയ്യിലെ കൂടാരങ്ങളാക്കി മാറ്റാൻ അവർ ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട സമീപനം മതനിരപേക്ഷ ശക്തികൾ ഇതിനെതിരായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? അയ്യോ, മനോഹരമായിരുന്നു. തിരിച്ചു വരാം ശ്രീ ഷിജു ഖാൻ. ശ്രീ ശങ്കുട്ടി ദാസ്, ഇവർ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണോ അതോ രജിസ്ട്രാർ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഓഫ് ഇന്ത്യയാണോ? രജിസ്ട്രാറെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ മാൻഡേറ്റ് ആവുന്നത്? എന്താ കുഴപ്പം? സമരത്തിന്റെ ഡിമാൻഡുകൾ എന്തൊക്കെയാണ്? സർവകലാശാലകളുടെ കാവ്യവൽക്കരണത്തെ തടയുക. സർവകലാശാലയുടെ കാവ്യവൽക്കരണത്തിൽ എന്താണ് ഗവർണർ ചെയ്തിട്ടുള്ളത്? ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തിട്ട് ഒരു ഭാരതാംബയ്ക്ക് മുമ്പിൽ വിളക്ക് കൊളുത്തിയത് എങ്ങനെയാണ് സർവകലാശാലയുടെ കാവ്യവൽക്കരണം ആവുന്നത്? രണ്ട് സംഭവം തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? രജിസ്ട്രാർക്കെതിരെ നടക്കുന്ന ഈ നടപടിയും അതിന്റെ തുടർച്ചയായിട്ടുള്ള നിയമ നടപടികളും വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന എന്ത് പ്രശ്നമാണ്? അതും ശരിയാ. ഇവിടെ യഥാർത്ഥത്തിൽ SFIക്ക് വിദ്യാർത്ഥികളോട് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അവർ സമരം ചെയ്യേണ്ട എത്ര വിഷയങ്ങൾ ഇവിടെ കിടക്കുകയാണ്. നോക്കൂ, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇത്രയേറെ തകർച്ചയിലൂടെ പതനത്തിലൂടെ കടന്നു പോയിട്ടുള്ള മറ്റൊരു കാലഘട്ടമില്ല. നമുക്ക് രേഖകൾ വെച്ചുകൊണ്ടത് പറയാൻ കഴിയും. ഫുൾ മാർക്കാ, അതിൽ നിനക്ക് അഭിമാനിക്കാൻ. 700 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോ വൈസ് ചാൻസലർമാരില്ല, പ്രിൻസിപ്പൽമാരില്ല, അധ്യാപകരില്ല, ഒക്കെ പോട്ടെ വിദ്യാർത്ഥികളുണ്ടോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വേക്കന്റ് സീറ്റുകൾ യൂണിവേഴ്സിറ്റികളിലും കോളേജിലും വന്നിട്ടുള്ള വർഷത്തിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ചോദ്യം, എവിടെയെല്ലാമാണ് കാവ്യവൽക്കരണം കേരളത്തിലെ സർവകലാശാലകളിൽ നടപ്പാക്കിയിട്ടുള്ളത്? എന്തെല്ലാമാണ് ഉദാഹരണങ്ങളായി താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. അല്ല, എൻ്റെ ഉത്തരം പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു 20ാമത്തെ സെക്കൻഡിൽ തന്നെ വീണ്ടും നിങ്ങൾ ഇടപെടുന്നു. ഞാനൊന്ന് പറയട്ടെ നിഷ. സോയ ജോസഫ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല, കാരണം അത് അവരുടെ രാഷ്ട്രീയം പറഞ്ഞു. നിങ്ങളും ഏതാണ്ട് അതേ നിലപാടിൽ ഗവൺമെന്റിനെതിരായ നിലപാടുകൾ അവതരിപ്പിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഇവിടെ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന തെളിവുകളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ജീവിക്കുന്ന തെളിവുകളുണ്ട്. അതാണ് വിദേശ വിദ്യാർത്ഥികൾ ഇവിടേക്ക് വരുന്നു എന്ന കണക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. ഷിച്ചു, 2024 2600 പേർ അപേക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഏത് രാജ്യങ്ങളിൽ നിന്നാണ്? വികസിത രാജ്യങ്ങളിൽ നിന്നടക്കം, അമേരിക്കയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും അപ്രകാരം വലിയ നിലയിൽ കുട്ടികൾ എത്തുകയാണ്. ഭയങ്കരം തന്നെ. ഈ പറഞ്ഞതിൽ എത്ര വിദ്യാർത്ഥികൾ ഏതെല്ലാം സർവകലാശാലകൾ കേരളത്തിൽ വിദേശത്ത് നിന്ന്, പ്രത്യേകിച്ചും വികസിത രാജ്യങ്ങളിൽ നിന്ന് വന്ന് പഠിക്കുന്നുണ്ട് എന്ന കണക്ക് താങ്കളുടെ പക്കലുണ്ടോ? അല്ല, ഇന്തോനേഷ്യ, തായ്ലൻഡ്, വിയറ്റ്നാം, മലേഷ്യ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് നിരവധി പേർ അപേക്ഷകരായിട്ട് ഉണ്ട്. കൊളംബിയ, പെറു, USA തുടങ്ങിയ 52 രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ നിലവിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, എന്താ ഇവിടെ സർവകലാശാലകളും കോളേജുകളും ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? അത് അങ്ങനെ വികസിത രാജ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നിഷ മനസ്സിലായില്ല. ലോക രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. അമേരിക്ക വികസിത രാജ്യമല്ലേ മാറിയോ? ഫ്രാൻസ് വികസിത രാജ്യമല്ലേ മാറിയോ? ഒരുപാട് രാജ്യങ്ങൾ, അമേരിക്കയും ഫ്രാൻസും. അതെ, എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. വിഷയം മാറ്റാതെ കാര്യം പറ.
അല്ല എനിക്ക് നിഷ കാരണം ഡൽഹിയിലൊക്കെ സർവകലാശാലയിൽ ഇഷ്ടംപോലെ കുട്ടികൾ വികസിത രാജ്യങ്ങളിൽ നിന്ന് വരും. അത് അത്രയും നമ്പർ കേരളത്തിലെ സർവകലാശാലകളിലേക്ക് വരുന്നുണ്ടോ എന്ന് എനിക്കൊരു അക്കാഡമിക താല്പര്യം വെച്ച് ഞാൻ ചോദിച്ചതാണ്. എത്ര പേരുണ്ട്? ഒരു തെറ്റായ ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾ നടത്തുകയാണ്. ഞാൻ നീ വിഷയത്തേക്ക് പോരാമായണ്ടി 2200 അപേക്ഷകരാണ്. ഞാനൊരു കള്ളം ഇവിടെ വന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പഠിക്കാൻ വരുന്നുണ്ട് ശ്രീ ഷിജു ഖാൻ. അപ്പോ അതാണോ നമ്മുടെ മികവിന്റെ മാനദണ്ഡം? സർക്കാർ എഞ്ചിനീയറിംഗ്, ആർട്സ് ആൻഡ് സയൻസ്, പോളിടെക്നിക് എന്നിവിടങ്ങളിൽ 982 അധ്യാപകരെയും 1276 അനധ്യാപകരെയും ഈ LDF സർക്കാരിന്റെ കാലത്ത് നിയമിക്കുകയാണ്. ഇതൊക്കെ കേരള സർവകലാശാല 339 സ്ഥാനം നേടി. ചെറിയ കാര്യമല്ല. ഞാൻ ചോദിച്ചല്ലോ ശ്രീ ഷിജു ഖാൻ, ഒരു സാധാരണ BA ലിറ്ററേച്ചർ കോഴ്സ് പഠിക്കാൻ എന്തുകൊണ്ടാണ് ഡൽഹി സർവകലാശാലയും ജവഹർലാൽ നെഹ്റു സർവകലാശാലയും ഒക്കെ ഓപ്ഷനായി എടുത്തുകൊണ്ട്, ഫസ്റ്റ് ഓപ്ഷനായി എടുത്തുകൊണ്ട് ഈ നഗരങ്ങളിലൊക്കെ വന്ന് താമസിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ചോദിക്കും. കേരള യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ്സിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവകലാശാല ഡിപ്പാർട്ട്മെന്റാണ്. ഞാൻ അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ ആഗ്രഹിച്ച ആളാണ്. എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ അഡ്മിഷൻ കിട്ടിയില്ല. കാരണം എന്താ, അത്രയും മികച്ച വിദ്യാഭ്യാസ അന്തരീക്ഷം അവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നീ എന്നോടാ രാവിലെ പരസ്പരമൊന്നും ഇല്ലാത്ത ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ട് കാര്യം നിഷ, ദൗർഭാഗ്യകരമാണ്. നിങ്ങൾ തെറ്റായ ചില സ്റ്റേറ്റ്മെന്റുകൾ നടത്തുമ്പോഴാണ് ഞാൻ തിരുത്തുകയാണ്. നിങ്ങൾ കേൾച്ചാൽ ഞാൻ ചോദിക്കുന്നത് BA ലിറ്ററേച്ചറും BA ഹിസ്റ്ററിയും പഠിക്കാൻ പോലും കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് കുട്ടികൾ, ഒന്നും രണ്ടുമല്ല, നിങ്ങൾ ഡൽഹിയിലെ സർവകലാശാലകളിൽ പോയി നോക്കൂ, ആയിരക്കണക്കിന് മലയാളി കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്? രണ്ടാമത്തെ എന്റെ ചോദ്യം, താങ്കൾ സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള കേരള സർവകലാശാലയിൽ എന്റെ അറിവനുസരിച്ച്, തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം, 13,000-ലധികം ബിരുദ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ശരിയാണ്? കേരളത്തിലെ കോളേജുകളിൽ നിങ്ങൾ ഈ പറയുന്ന ഇതൊക്കെ പച്ചക്കള്ള നമ്പറാണ്. എന്റെ തല പൊക്കോട്ടെ, പക്ഷെ സത്യം വിട്ടുള്ള ഒരു കളിയില്ല. അത് ഞാൻ പഠിച്ചിട്ടില്ല. കള്ളക്കണക്കാണത്. കേരള സർവകലാശാലയിൽ ബിരുദ സീറ്റുകളൊന്നും ഒഴിഞ്ഞു കിടക്കുന്നില്ല. ശരിയല്ലേ? താങ്കൾ പറയുന്നത് ഞാൻ വിശ്വസിക്കാം. കോളേജുകളിലെ സ്ഥിതി എന്നാണ് BJP മനസ്സിലാക്കുന്നത്. ശ്രീ ശങ്കുട്ടി ദാസ് കേട്ടോ. ഞാൻ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ കേരള സർക്കാരിൽ നിന്ന് തന്നെ സമാഹരിച്ച, മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ കയ്യിലുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. നമ്മൾ ഈ നാണം കേട്ടല്ലോ. കേരള സർവകലാശാലയിൽ ആകെ 35,821 സീറ്റുകളാണുള്ളത്. അതിൽ 13,974 സീറ്റുകൾ ഒഴിഞ്ഞിടക്കുകയാണ്. MG സർവകലാശാലയിൽ 55,644 സീറ്റുകളാണുള്ളത്. അതിൽ 30,352 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇനിയും ചോദിക്കേ, പറയാം. കാലിക്കറ്റ് സർവകലാശാലയിൽ 92,501 സീറ്റുകളാണുള്ളത്. അതിൽ 32,566 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഞാനൊരു നഗ്നസത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ലാട്ടാ. കണ്ണൂർ സർവകലാശാലയിൽ 23,149 സീറ്റുകളാണുള്ളത്. അതിൽ 8,660 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അങ്ങനെ ഈ 4 സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികളിലായിട്ട് 85,552 സീറ്റുകൾ ഇത്തവണ വേക്കന്റ് ആണ്. 2024 കണക്ക് പ്രകാരമാണ് പറയുന്നത് കേട്ടോ. വേക്കന്റ് ആണ് എന്നുള്ളത് ഔദ്യോഗികമായിട്ടുള്ള രേഖയാണ്. ഷിജു ഖാൻ അടുത്ത് ഡിസ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതേ സമയത്ത് ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു കണക്ക് കൂടി ഞാൻ പറയാം. ഡൽഹി സർവകലാശാലയിൽ ആകെ 85,000 അണ്ടർ ഗ്രാജുവേറ്റ് സീറ്റുകളാണ് ഉള്ളത്. അവരുടെ 150-170 കോളേജുകളിലായിട്ട് 85,000 അണ്ടർ ഗ്രാജുവേറ്റ് സീറ്റുകളുണ്ട്. അതിലേക്ക് വന്നത് 13.5 ലക്ഷം അപേക്ഷകളാണ്. ആകെ 85,000 സീറ്റിന് 13.5 ലക്ഷം ആളുകൾ അപേക്ഷിക്കുകയാണ്. അതിൽ 55,000 അപേക്ഷകൾ വന്നത് കേരളത്തിൽ നിന്നാണ്. ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾ കേരളത്തിലെ സർവകലാശാലകളെ വിശ്വസിക്കുകയാണെങ്കിൽ കാലിക്കറ്റ് MG സർവകലാശാലകളിലെ സീറ്റുകളെങ്കിലും നിറയുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2, ശ്രീ ഷിജു ഖാൻ പറഞ്ഞു Q1 റാങ്കിംഗ് പ്രകാരം നമ്മൾ 339ാമത്തെ റാങ്കിംഗ് ആണ്. ഒരു കാര്യം പറയുമ്പോൾ മുഴുവൻ പറയാനുള്ള മര്യാദ അങ്ങ് കാണിക്കണം. Q1 റാങ്കിംഗ് പ്രകാരം ഏഷ്യയിലെ 339ാമത്തെ യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. പക്ഷെ നീ മറ്റൊരു കാര്യം പറഞ്ഞല്ലോ, ലോക റാങ്കിങ്ങിൽ 2,273 Q1 റാങ്കിംഗ് പ്രകാരം കേരള സർവകലാശാലയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി
മൂന്നാമത്തെ കാര്യം, ഇവിടേക്ക് ആളുകൾ വരുന്നത് പോലെ ഇവിടെ നിന്ന് ആളുകൾ പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം ഈ വർഷം 14 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്ന് വിദേശ സർവകലാശാലകളിലോ കോളേജുകളിലോ പഠിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. അതിൽ 18% ആളുകൾ കേരളത്തിൽ നിന്നാണ്. അതായത് ഏതാണ്ട് 2.5 ലക്ഷം കുട്ടികൾ കേരളത്തിൽ നിന്ന് 54 വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ വേണ്ടി പോയിക്കുകയാണ്. കടുവെ പിടിച്ച കിടുവെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ മുന്നിൽ പഠിക്കാൻ വേണ്ടി പോയിക്കുകയാണ്. അന്ന് പറഞ്ഞ കണക്ക് പ്രകാരം കേരള സർവകലാശാലയിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നത് 2183 പേരാണ്. അതായത് 2183 പേര് ഇങ്ങോട്ട് വരികയും 2.5 ലക്ഷം പേര് പോവുകയും ചെയ്യുന്നത് സമീകരിക്കാവുന്ന ഒരു പ്രതിഭാസമല്ല. ഇതൊക്കെ പഠിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്ന വിദ്യാർത്ഥികളുടെ തോതും കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകുന്ന വിദ്യാർത്ഥികളുടെ തോതും വെച്ച് നോക്കുമ്പോൾ കേരളത്തെ ആശ്രയിക്കുന്നത് വളരെ കുറവായിട്ടുള്ള ആളുകളാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾ പോലും കേരളത്തിലെ സർവകലാശാലകളെ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മതി മതി, ഇപ്പൊ തന്നെ ആകെ നാറി. ഒരു കാര്യം പറയാം, ഇനി അധികം പരസ്യപ്പെടുത്തണ്ട കേട്ടോ.